ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യം, ശ്രേഷ്ഠ ദൂതന്മാർ ഇവിടെയുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ശ്രമിച്ചാൽ സ്തോത്രം. നമ്മുടെ തിരുവനന്തപുരം വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. ഹല്ലേലൂയ. അങ്ങനെയുണ്ടെങ്കിൽ ആ കൂട്ടായ്മയിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചു നിർത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് എനിക്ക് ഞാൻ കടന്നു വളരെ ഭാരമുണ്ടായിരുന്നു. കാര്യം ശക്തമായ പനിയുടെ അസ്വസ്ഥത തന്നെ വേട്ടയാടി എന്നാണ് ഇന്ന് പകരം ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിൽ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. ദൈവം നിയോഗിച്ച നിയോഗങ്ങൾ നമ്മൾ അതിന്റെ നിലവാരത്തിലെ കാര്യങ്ങൾ നിർവഹിക്കണമല്ലോ എന്നതിനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് കർത്താവ് പുതിയ ശക്തി കർത്താവ് നൽകുകയാണ്. ഒരിക്കലും മോശം പറഞ്ഞ കർത്താവെ, നിന്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങളെ കനാൻ നാട്ടിലേക്ക് അയക്കുന്നത്. കനാൻ അനുഗ്രഹത്തിന്റെ നാടാണ്, കനാൻ നന്മയുടെ നാടാണ്, കനാൻ ശ്രേഷ്ഠയുടെ നാടാണ്. പക്ഷെ നിന്റെ സാന്നിധ്യമില്ലാത്ത കനാൻ വേണ്ട, നിന്റെ സാന്നിധ്യമില്ലാത്ത നന്മ വേണ്ട, നിന്റെ സാന്നിധ്യമില്ലാത്ത അനുഗ്രഹം വേണ്ട. പാലും തേനും കൊടുക്കുന്ന കനാനാണ്. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുന്നതിൽ ചില അത്ഭുതങ്ങളാണ്. സ്തോത്രം. പാട്ടിന് ശക്തിയുണ്ട്, പ്രസംഗത്തിന് ശക്തിയുണ്ട്, സ്തോത്രത്തിന് ശക്തിയുണ്ട്, ദൈവവചനത്തിന് ശക്തിയുണ്ട്. ദൈവവചനം അത് പാട്ടായിട്ട് ദൈവദാസന്മാർ ട്യൂൺ ചെയ്ത മനോഹരമായ ഗാനങ്ങളാണ് ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ പാടുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകും. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കും. ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ഞങ്ങൾ പാടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ എത്രയോ രോഗങ്ങൾ അപ്രത്യക്ഷമായി തീർന്നിട്ടുണ്ട്. കർത്താവദാസൻ ജീവിപ്പിപ്പോൾ പാടിയ സന്ദർഭങ്ങളിൽ എത്രയോ രോഗികൾ സൗഖ്യമായി തീർന്നിട്ടുണ്ട്. കാര്യം ഇന്ന് പകൽക്കാലം അതിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. കർത്താവിന്റെ മക്കൾ അവിടുന്ന് ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ പ്രോഗ്രാം ക്രമീകരിച്ച് ഇവരെ പാടുമ്പോൾ സാധാരണ ഒരു പാട്ടായിട്ട് മാറുവാനല്ല, സ്തോത്രം, ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം വെളിപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തെ ശ്രമിച്ചാൽ ജനങ്ങളും പാടി ആരാധിച്ചപ്പോൾ അമ്മോനിയും മോവാബിലും മെയിലും നിലം പരിചയായിട്ടിരുന്ന. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവം ഇവിടെ അയച്ച ഉദ്ദേശമുണ്ട്. ഈ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ചില അന്ധകാര വ്യാപാര ഇരുട്ടിന്റെ ശക്തി ഈ സഭയ്ക്കെതിരായി, സ്തോത്രം, ഇവിടുത്തെ സമൃദ്ധിക്കെതിരായി ജനത്തെ തടസ്സം ചെയ്തുകൊണ്ട് പോരാടുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ദൂരീകരിക്കുന്ന വിശ്വാസമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇവിടെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ശൂന്യതയില ദൈവം പണിയുന്ന കേട്ടോ. ആരും വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ ഇന്ന് പകൽക്കാലം പടകിനെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. എവിടെ ശൂന്യതയുണ്ടോ അവിടെ ഒരു നിറമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് പരാജയപ്പെട്ട് നിരാശപ്പെട്ട് ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ചില പുതുവഴികൾ ദൈവം തുറക്കാൻ പോകുകയാണ്. അതാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഒരിക്കലും പോയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ട് ഞാൻ തീർത്തു തരും. ഇന്ന് പകൽക്കാലം പ്രയാസങ്ങളുടെ ലക്ഷ്യമായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്ന് പകൽക്കാലം അന്ത്യം കുറിക്കുവാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? 93 ചങ്ങനാശ്ശേരി ആട്ടിൻകൂട്ടി 3 വർഷം. ഇതിവിടെ എത്ര മനോഹരമായ ഹോളാണ്. ഒരു ചാർത്തിൽ ആടിനെ അഴിച്ചു കെട്ടും. കാര്യം ചങ്ങനാശ്ശേരി പുസ്തകർക്ക് ഒരു ആരാധനാലയം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു ഇടം തരികയും ഞാൻ ആ പട്ടണത്തിൽ ചെന്ന് ഒരു 6 മാസം എന്റെ വാഹനത്തിൽ ചെന്ന് കാര്യം ഒരു സഭ സ്ഥാപിക്കാൻ വേണ്ടിയല്ല, ആ പട്ടണത്തിൽ വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ ചെന്ന പ്രതിഫലം കിട്ടുമെന്നുള്ള ചിന്തയിൽ പല വീടുകൾ അന്വേഷിച്ചു. ആരത്തരത്തിൽ അവസാനം ഒരു വ്യക്തി പറഞ്ഞു, അദ്ദേഹത്തിന് മനോഹരമായ വീടിന്റെ അടുത്തൊരു ചാർത്തുണ്ട്. എന്നോട് പറഞ്ഞു, വാസ്തവ ഇവിടെ ആടിനെ കെട്ടുന്നതാണ്, ആടിനെ മാറ്റിക്കെട്ടി നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹിച്ചോളം പറഞ്ഞു. അങ്ങനെ ആടിനെ മാറ്റിക്കെട്ടി 3 വർഷം എല്ലാ ഞായറാഴ്ച ആടിനെ മാറ്റിക്കെട്ടി തൂത്തുവാരി തുടങ്ങിയ പ്രവർത്തനമാണ് ചങ്ങനാശ്ശേരി പട്ടണത്തിൽ 1000 പേർക്കിരിക്കാൻ ഒരു ആരാധനാലയമായിട്ട് ഉയർന്നു വരുവാനിടയാണ്.
സ്തോത്രം സ്തോത്രം. 300 രൂപ മാത്രം എന്റെ ബാങ്ക് ബാലൻസ് ഉള്ളപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം 50 സെന്റ് ചങ്ങനാശ്ശേരി പട്ടണത്തിൽ പോലീസ് കോട്ടേഴ്സിന്റെയും അതുപോലെ തന്നെ സംഗീതയുടെയും കരിക്കിനത്തിന്റെയും എല്ലാം പുറകിലായിട്ടാണ് ആ ചർച്ചിൽ പട്ടണത്തിന് നടുവിൽ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം ദൈവത്തിന് പ്രവർത്തിക്കാൻ പണം ആവശ്യമില്ല. അവർ സൃഷ്ടിപ്പിന്റെ ദൈവമാണ്. അവിടെ ദൈവം രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയ വൈറ്റമിൻസ് അവിടെ നിറഞ്ഞു. അവിടുന്ന് ദൈവം പട്ടണത്തിന്റെ നടുവിൽ കർത്താവ് കൊണ്ടുവന്നു. 5 പൈസ മുടക്കാതെ ദൈവം ചില അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലഘട്ടം സഭയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം ഇവിടെ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും. വിശ്വസിക്കുന്ന ദൈവമൊക്കെ ദൈവത്തെ സ്തുതിച്ചാൽ ഇന്നത്തെ ചില തടസ്സങ്ങൾ മാറണം.